ഏവർക്കും ഈ സ്കൂളിൻ്റെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിലേക്ക് വീണ്ടും സ്വാഗതം. നിങ്ങൾക്ക് നല്ലൊരു ശുഭദിനം നേരുന്നു. സെക്കൻഡ് ലെവൽ ബേസിക് ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ ഈ അധ്യായത്തിൽ നമ്മൾ പഠിക്കുവാൻ പോകുന്നത് ചാപ്റ്റർ 25 ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലെ ഒരു സെൻറ്റൻസിൽ നിന്നും എങ്ങനെ പോസിറ്റീവ് ഉത്തരവും ചോദ്യവും അതുപോലെ തന്നെ നെഗറ്റീവ് ഉത്തരവും ചോദ്യവും നിർമ്മിക്കാം എന്നാണ്. അതുകൊണ്ട് ചാപ്റ്റർ 25 ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നന്നായി പഠിച്ചതിന് ശേഷം മാത്രമേ ഈ അധ്യായം പഠിക്കുവാൻ ശ്രമിക്കാവൂ. കാരണം ചാപ്റ്റർ 25 ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന അധ്യായത്തിലെ ഉദാഹരണത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ അധ്യായത്തിൽ നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. അതുകൊണ്ട് ഈ അധ്യായം പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന പൊതുവായ സംശയങ്ങൾ കുറയ്ക്കുവാൻ വേണ്ടിയാണ് നിങ്ങൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് പഠിക്കുവാൻ പറഞ്ഞത്. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഒരു പോസിറ്റീവ് ഉത്തരം പറയുമ്പോൾ നിങ്ങൾ സബ്ജക്റ്റ് പ്ലസ് വിൽ ഹാവ് ബീൻ പ്ലസ് V1 പ്ലസ് ING എന്ന നിയമത്തിൽ വേണം ഉത്തരം പറയുവാൻ. വിൽ ഹാവ് ബീൻ എന്നത് 3 ഓക്സിലറി വെർബുകൾ കൂടിച്ചേർന്നതാണ്. ഈ ഓക്സിലറി വെർബുകളിൽ ആദ്യം കാണുന്ന വില്ലിനെ ആദ്യം കൊണ്ടുവന്നാൽ അത് പോസിറ്റീവ് ചോദ്യമായി മാറും. അതായത് വിൽ പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഹാവ് ബീൻ പ്ലസ് V1 പ്ലസ് ING. ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഒരു പോസിറ്റീവ് ചോദ്യവും ഉത്തരവും നിർമ്മിക്കുന്നതെന്ന് മനസ്സിലായി എന്ന് കരുതുന്നു. എന്നാൽ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഒരു നെഗറ്റീവ് ഉത്തരം പറയുമ്പോൾ ആദ്യം സബ്ജക്റ്റ് പ്ലസ് വോണ്ട് ഹാവ് ബീൻ പ്ലസ് V1 പ്ലസ് ING എന്ന നിയമത്തിൽ വേണം പറയുവാൻ. ഇവിടെ വോണ്ട് ഹാവ് ബീൻ എന്നത് 3 ഓക്സിലറി വെർബുകളാണ്. ഇതിൽ വോണ്ട് എന്ന ഓക്സിലറി വെർബിനെ ആദ്യം കൊണ്ടുവന്നാൽ ഇത് നെഗറ്റീവ് ചോദ്യമായി മാറും. അതായത് വോണ്ട് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഹാവ് ബീൻ പ്ലസ് V1 പ്ലസ് ING എന്ന രീതിയിൽ. ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ നെഗറ്റീവ് ഉത്തരവും ചോദ്യവും നിർമ്മിക്കേണ്ടത് എങ്ങനെയെന്ന് മനസ്സിലായി എന്ന് കരുതുന്നു. എന്നാൽ ഈ നിയമങ്ങൾ കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. ഈ നിയമങ്ങൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലെ ഒരു സെൻറ്റൻസിൽ നിന്നും ഈ നിയമങ്ങളിലാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലെ ഒരു സെൻറ്റൻസിൽ നിന്നും പോസിറ്റീവ് ഉത്തരവും ചോദ്യവും അതുപോലെ തന്നെ നെഗറ്റീവ് ഉത്തരവും ചോദ്യവും നിർമ്മിക്കേണ്ടത് എന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതിയാകും. നമ്മൾ നെഗറ്റീവ് ഉത്തരവും ചോദ്യവും പഠിച്ചപ്പോൾ വോണ്ട് എന്ന ഓക്സിലറി വെർബ് കാണുവാൻ ഇടയായി. ഈ വോണ്ട് എന്നത് വിൽ പ്ലസ് നോട്ടിൻ്റെ ചുരുക്കരൂപമാണ്. അതുകൊണ്ട് ഇവയെപ്പറ്റി കൂടുതൽ പഠിക്കുവാനായിട്ട് നിങ്ങൾ ചാപ്റ്റർ 48 ഓക്സിലറി വെർബ് പ്ലസ് നോട്ട് എന്ന അധ്യായം കൂടി നന്നായി പഠിക്കുക. ഈ അധ്യായത്തിൽ നമ്മൾ സംസാരശൈലിയാണ് പഠിക്കുന്നത്. അതുകൊണ്ട് സംസാരശൈലി ഒരു കാരണവശാലും എസ്സേ റൈറ്റിംഗ്, ലെറ്റർ റൈറ്റിംഗ് തുടങ്ങിയ കാര്യങ്ങൾ ഉപയോഗിക്കരുത്. പിന്നീട് നമ്മൾ റൈറ്റിംഗ് എന്ന സെക്ഷനിൽ ഇവയെപ്പറ്റി മറ്റൊരധ്യായത്തിൽ പഠിക്കുന്നതായിരിക്കും. നിങ്ങൾ തുടർന്ന് പറയുന്ന ഉദാഹരണങ്ങൾ സാവധാനത്തിൽ പറഞ്ഞ് ശീലിച്ച് വേഗത്തിൽ പറയുവാൻ ശ്രമിക്കുക. ആവർത്തിച്ചുള്ള പഠനമാണ് നമ്മളുടെ ഇംഗ്ലീഷ് ഫ്ലുവൻസി വർദ്ധിപ്പിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ റിപ്പീറ്റേഷൻ ചെയ്ത് പഠിക്കുക. ഇനി നമുക്ക് ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കാം. ഐ വിൽ ഹാവ് ബീൻ ലിവിങ്. ഞാൻ താമസിച്ചു കൊണ്ടേയിരിക്കുകയായിരിക്കും. വിൽ യു ഹാവ് ബീൻ ലിവിങ്. നീ താമസിച്ചു കൊണ്ടേയിരിക്കുകയായിരിക്കുമോ? ഐ വോണ്ട് ഹാവ് ബീൻ ലിവിങ്.
ഞാൻ താമസിച്ചുകൊണ്ടേയിരിക്കുകയായിരിക്കില്ല. വോണ്ട് യു ഹാവ് ബീൻ ലിവിങ്? നീ താമസിച്ചുകൊണ്ടേയിരിക്കുകയായിരിക്കില്ലേ? അല്പം വേഗത്തിൽ. ഐ വിൽ ഹാവ് ബീൻ ലിവിങ്. ഞാൻ താമസിച്ചുകൊണ്ടേയിരിക്കുകയായിരിക്കും. വിൽ യു ഹാവ് ബീൻ ലിവിങ്? നീ താമസിച്ചുകൊണ്ടേയിരിക്കുകയായിരിക്കുമോ? ഐ വോണ്ട് ഹാവ് ബീൻ ലിവിങ്. ഞാൻ താമസിച്ചുകൊണ്ടേയിരിക്കുകയായിരിക്കില്ല. വോണ്ട് യു ഹാവ് ബീൻ ലിവിങ്? നീ താമസിച്ചുകൊണ്ടേയിരിക്കുകയായിരിക്കില്ലേ? ഇങ്ങനെ നിങ്ങൾ സാവധാനത്തിൽ പറഞ്ഞു ശീലിച്ച് വളരെ വേഗത്തിൽ പ്രാക്ടീസ് ചെയ്യുവാൻ നന്നായി ശ്രമിക്കുക. ഈ ഉദാഹരണം പഠിച്ചപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടായി കാണണം. ഐ വിൽ ഹാവ് ബീൻ ലിവിങ്, ഞാൻ താമസിച്ചുകൊണ്ടേയിരിക്കുകയായിരിക്കും എന്നതിൻ്റെ ചോദ്യരൂപം വന്നിട്ട് വിൽ ഐ ഹാവ് ബീൻ ലിവിങ്, ഞാൻ താമസിച്ചുകൊണ്ടേയിരിക്കുകയായിരിക്കുമോ എന്നല്ലേ വരേണ്ടതെന്ന്. നിങ്ങളുടെ സംശയം ശരിയാണ്. വിൽ ഐ ഹാവ് ബീൻ ലിവിങ് എന്നതാണ് വരേണ്ടത്. എന്നാൽ ഈ അധ്യായത്തിൽ നമ്മൾ മറ്റൊരാളോട് ചോദ്യം ചോദിക്കുന്ന രീതിയാണ് പഠിക്കുന്നത്. അതുകൊണ്ടാണ് വിൽ യു ഹാവ് ബീൻ ലിവിങ്, നീ താമസിച്ചുകൊണ്ടേയിരിക്കുകയായിരിക്കുമോ എന്ന് വന്നത്. ഇതേ രീതി തന്നെയാണ് നെഗറ്റീവ് ചോദ്യത്തിലും കാണുന്നത്. ഇപ്പോൾ നിങ്ങളുടെ സംശയം മാറിയെന്ന് കരുതുന്നു. യു വിൽ ഹാവ് ബീൻ സ്റ്റഡിങ്, നീ പഠിച്ചുകൊണ്ടേയിരിക്കുകയായിരിക്കും. വിൽ യു ഹാവ് ബീൻ സ്റ്റഡിങ്, നീ പഠിച്ചുകൊണ്ടേയിരിക്കുകയായിരിക്കുമോ? യു വോണ്ട് ഹാവ് ബീൻ സ്റ്റഡിങ്, നീ പഠിച്ചുകൊണ്ടേയിരിക്കുകയായിരിക്കില്ല. വോണ്ട് യു ഹാവ് ബീൻ സ്റ്റഡിങ്, നീ പഠിച്ചുകൊണ്ടേയിരിക്കുകയായിരിക്കില്ലേ? അല്പം വേഗത്തിൽ. യു വിൽ ഹാവ് ബീൻ സ്റ്റഡിങ്, നീ പഠിച്ചുകൊണ്ടേയിരിക്കുകയായിരിക്കും. വിൽ യു ഹാവ് ബീൻ സ്റ്റഡിങ്, നീ പഠിച്ചുകൊണ്ടേയിരിക്കുകയായിരിക്കുമോ? യു വോണ്ട് ഹാവ് ബീൻ സ്റ്റഡിങ്, നീ പഠിച്ചുകൊണ്ടേയിരിക്കുകയായിരിക്കില്ല. വോണ്ട് യു ഹാവ് ബീൻ സ്റ്റഡിങ്, നീ പഠിച്ചുകൊണ്ടേയിരിക്കുകയായിരിക്കില്ലേ? വിൽ ഹാവ് ബീൻ വർക്കിംഗ്, നമ്മൾ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുകയായിരിക്കും. വിൽ വി ഹാവ് ബീൻ വർക്കിംഗ്, നമ്മൾ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുകയായിരിക്കുമോ? വി വോണ്ട് ഹാവ് ബീൻ വർക്കിംഗ്, നമ്മൾ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുകയായിരിക്കില്ല. വോണ്ട് വി ഹാവ് ബീൻ വർക്കിംഗ്, നമ്മൾ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുകയായിരിക്കില്ലേ? അല്പം വേഗത്തിൽ. വി വിൽ ഹാവ് ബീൻ വർക്കിംഗ്, നമ്മൾ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുകയായിരിക്കും. വിൽ വി ഹാവ് ബീൻ വർക്കിംഗ്, നമ്മൾ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുകയായിരിക്കുമോ? വി വോണ്ട് ഹാവ് ബീൻ വർക്കിംഗ്, നമ്മൾ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുകയായിരിക്കില്ല. വോണ്ട് വി ഹാവ് ബീൻ വർക്കിംഗ്, നമ്മൾ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുകയായിരിക്കില്ലേ? ദേ വിൽ ഹാവ് ബീൻ ഹെൽപ്പിംഗ്, അവർ സഹായിച്ചുകൊണ്ടേയിരിക്കുകയായിരിക്കും. വിൽ ദേ ഹാവ് ബീൻ ഹെൽപ്പിംഗ്, അവർ സഹായിച്ചുകൊണ്ടേയിരിക്കുകയായിരിക്കുമോ? ദേ വോണ്ട് ഹാവ് ബീൻ ഹെൽപ്പിംഗ്, അവർ സഹായിച്ചുകൊണ്ടേയിരിക്കുകയായിരിക്കില്ല. വോണ്ട് ദേ ഹാവ് ബീൻ ഹെൽപ്പിംഗ്, അവർ സഹായിച്ചുകൊണ്ടേയിരിക്കുകയായിരിക്കില്ലേ? അല്പം വേഗത്തിൽ. ദേ വിൽ ഹാവ് ബീൻ ഹെൽപ്പിംഗ്, അവർ സഹായിച്ചുകൊണ്ടേയിരിക്കുകയായിരിക്കും. വിൽ ദേ ഹാവ് ബീൻ ഹെൽപ്പിംഗ്, അവർ സഹായിച്ചുകൊണ്ടേയിരിക്കുകയായിരിക്കുമോ? ദേ വോണ്ട് ഹാവ് ബീൻ ഹെൽപ്പിംഗ്, അവർ സഹായിച്ചുകൊണ്ടേയിരിക്കുകയായിരിക്കില്ല. വോണ്ട് ദേ ഹാവ് ബീൻ ഹെൽപ്പിംഗ്, അവർ സഹായിച്ചുകൊണ്ടേയിരിക്കുകയായിരിക്കില്ലേ? മാർട്ടിൻ ആൻഡ് അലി വിൽ ഹാവ് ബീൻ ലേണിംഗ്, മാർട്ടിനും അലിയും പഠിച്ചുകൊണ്ടേയിരിക്കുകയായിരിക്കും. വിൽ മാർട്ടിൻ ആൻഡ് അലി ഹാവ് ബീൻ ലേണിംഗ്, മാർട്ടിനും അലിയും പഠിച്ചുകൊണ്ടേയിരിക്കുകയായിരിക്കുമോ? മാർട്ടിൻ ആൻഡ് അലി വോണ്ട് ഹാവ് ബീൻ ലേണിംഗ്, മാർട്ടിനും അലിയും പഠിച്ചുകൊണ്ടേയിരിക്കുകയായിരിക്കില്ല. വോണ്ട് മാർട്ടിൻ ആൻഡ് അലി ഹാവ് ബീൻ ലേണിംഗ്, മാർട്ടിനും അലിയും പഠിച്ചുകൊണ്ടേയിരിക്കുകയായിരിക്കില്ലേ? അല്പം വേഗത്തിൽ. മാർട്ടിൻ ആൻഡ് അലി വിൽ ഹാവ് ബീൻ ലേണിംഗ്, മാർട്ടിനും അലിയും പഠിച്ചുകൊണ്ടേയിരിക്കുകയായിരിക്കും. വിൽ മാർട്ടിൻ ആൻഡ് അലി ഹാവ് ബീൻ ലേണിംഗ്, മാർട്ടിനും അലിയും പഠിച്ചുകൊണ്ടേയിരിക്കുകയായിരിക്കുമോ? മാർട്ടിൻ ആൻഡ് അലി വോണ്ട് ഹാവ് ബീൻ ലേണിംഗ്, മാർട്ടിനും അലിയും പഠിച്ചുകൊണ്ടേയിരിക്കുകയായിരിക്കില്ല. വോണ്ട് മാർട്ടിൻ ആൻഡ് അലി ഹാവ് ബീൻ ലേണിംഗ്, മാർട്ടിനും അലിയും പഠിച്ചുകൊണ്ടേയിരിക്കുകയായിരിക്കില്ലേ? ഹി വിൽ ഹാവ് ബീൻ വെയിറ്റിംഗ്, അവൻ കാത്തുകൊണ്ടേയിരിക്കുകയായിരിക്കും. വിൽ ഹി ഹാവ് ബീൻ വെയിറ്റിംഗ്, അവൻ കാത്തുകൊണ്ടേയിരിക്കുകയായിരിക്കുമോ? ഹി വോണ്ട് ഹാവ് ബീൻ വെയിറ്റിംഗ്, അവൻ കാത്തുകൊണ്ടേയിരിക്കുകയായിരിക്കില്ല. വോണ്ട് ഹി ഹാവ് ബീൻ വെയിറ്റിംഗ്, അവൻ കാത്തുകൊണ്ടേയിരിക്കുകയായിരിക്കില്ലേ? അല്പം വേഗത്തിൽ. ഹി വിൽ ഹാവ് ബീൻ വെയിറ്റിംഗ്, അവൻ കാത്തുകൊണ്ടേയിരിക്കുകയായിരിക്കും. വിൽ ഹി ഹാവ് ബീൻ വെയിറ്റിംഗ്, അവൻ കാത്തുകൊണ്ടേയിരിക്കുകയായിരിക്കുമോ? ഹി വോണ്ട് ഹാവ് ബീൻ വെയിറ്റിംഗ്, അവൻ കാത്തുകൊണ്ടേയിരിക്കുകയായിരിക്കില്ല. വോണ്ട് ഹി ഹാവ് ബീൻ വെയിറ്റിംഗ്, അവൻ കാത്തുകൊണ്ടേയിരിക്കുകയായിരിക്കില്ലേ? ഷീ വിൽ ഹാവ് ബീൻ സ്റ്റാർട്ടിംഗ്, അവൾ ആരംഭിച്ചുകൊണ്ടേയിരിക്കുകയായിരിക്കും. വിൽ ഷീ ഹാവ് ബീൻ സ്റ്റാർട്ടിംഗ്, അവൾ ആരംഭിച്ചുകൊണ്ടേയിരിക്കുകയായിരിക്കുമോ? ഷീ വോണ്ട് ഹാവ് ബീൻ സ്റ്റാർട്ടിംഗ്, അവൾ ആരംഭിച്ചുകൊണ്ടേയിരിക്കുകയായിരിക്കില്ല. വോണ്ട് ഷീ ഹാവ് ബീൻ സ്റ്റാർട്ടിംഗ്, അവൾ ആരംഭിച്ചുകൊണ്ടേയിരിക്കുകയായിരിക്കില്ലേ? അല്പം വേഗത്തിൽ.
ഷീ വിൽ ഹാവ് ബീൻ സ്റ്റാർട്ടിങ്. അവൾ ആരംഭിച്ചുകൊണ്ടേയിരിക്കുകയായിരിക്കും. വിൽ ഷീ ഹാവ് ബീൻ സ്റ്റാർട്ടിങ്. അവൾ ആരംഭിച്ചുകൊണ്ടേയിരിക്കുകയായിരിക്കുമോ? ഷീ വോണ്ട് ഹാവ് ബീൻ സ്റ്റാർട്ടിങ്. അവൾ ആരംഭിച്ചുകൊണ്ടേയിരിക്കുകയായിരിക്കില്ല. വോണ്ട് ഷീ ഹാവ് ബീൻ സ്റ്റാർട്ടിങ്. അവൾ ആരംഭിച്ചുകൊണ്ടേയിരിക്കുകയായിരിക്കില്ലേ? ഇറ്റ് വിൽ ഹാവ് ബീൻ ഇംപ്രൂവിങ്. ഇത് മെച്ചപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയായിരിക്കും. വിൽ ഇറ്റ് ഹാവ് ബീൻ ഇംപ്രൂവിങ്. ഇത് മെച്ചപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയായിരിക്കുമോ? ഇറ്റ് വോണ്ട് ഹാവ് ബീൻ ഇംപ്രൂവിങ്. ഇത് മെച്ചപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയായിരിക്കില്ല. വോണ്ട് ഇറ്റ് ഹാവ് ബീൻ ഇംപ്രൂവിങ്. ഇത് മെച്ചപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയായിരിക്കില്ലേ? അല്പം വേഗത്തിൽ. ഇറ്റ് വിൽ ഹാവ് ബീൻ ഇംപ്രൂവിങ്. ഇത് മെച്ചപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയായിരിക്കും. വിൽ ഇറ്റ് ഹാവ് ബീൻ ഇംപ്രൂവിങ്. ഇത് മെച്ചപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയായിരിക്കുമോ? ഇറ്റ് വോണ്ട് ഹാവ് ബീൻ ഇംപ്രൂവിങ്. ഇത് മെച്ചപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയായിരിക്കില്ല. വോണ്ട് ഇറ്റ് ഹാവ് ബീൻ ഇംപ്രൂവിങ്. ഇത് മെച്ചപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയായിരിക്കത്തില്ലേ? നിതിൻ വിൽ ഹാവ് ബീൻ സേവിങ്. നിതിൻ സംരക്ഷിച്ചുകൊണ്ടേയിരിക്കുകയായിരിക്കും. വിൽ നിതിൻ ഹാവ് ബീൻ സേവിങ്. നിതിൻ സംരക്ഷിച്ചുകൊണ്ടേയിരിക്കുകയായിരിക്കുമോ? നിതിൻ വോണ്ട് ഹാവ് ബീൻ സേവിങ്. നിതിൻ സംരക്ഷിച്ചുകൊണ്ടേയിരിക്കുകയായിരിക്കില്ല. വോണ്ട് നിതിൻ ഹാവ് ബീൻ സേവിങ്. നിതിൻ സംരക്ഷിച്ചുകൊണ്ടേയിരിക്കുകയായിരിക്കില്ലേ? അല്പം വേഗത്തിൽ. നിതിൻ വിൽ ഹാവ് ബീൻ സേവിങ്. നിതിൻ സംരക്ഷിച്ചുകൊണ്ടേയിരിക്കുകയായിരിക്കും. വിൽ നിതിൻ ഹാവ് ബീൻ സേവിങ്. നിതിൻ സംരക്ഷിച്ചുകൊണ്ടേയിരിക്കുകയായിരിക്കുമോ? നിതിൻ വോണ്ട് ഹാവ് ബീൻ സേവിങ്. നിതിൻ സംരക്ഷിച്ചുകൊണ്ടേയിരിക്കുകയായിരിക്കില്ല. വോണ്ട് നിതിൻ ഹാവ് ബീൻ സേവിങ്. നിതിൻ സംരക്ഷിച്ചുകൊണ്ടേയിരിക്കുകയായിരിക്കില്ലേ? ഇങ്ങനെ നിങ്ങൾ സാവധാനത്തിൽ പറഞ്ഞു ശീലിച്ച് വളരെ വേഗത്തിൽ നന്നായി പ്രാക്ടീസ് ചെയ്യുവാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ അധ്യായം നന്നായി മനസ്സിലായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ അധ്യായം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇല്ലായെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുവാൻ മറക്കരുത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. കൂടാതെ നിങ്ങളുടെ പരിചയത്തിൽ ആർക്കെങ്കിലും സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ഈ ചാനൽ കൂടി പരിചയപ്പെടുത്തുവാൻ മറക്കരുത്. സർവശക്തൻ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.